ശ്രീ ജലീൽ, താങ്കൾ നേരത്തെ നീലൻ ലോയിഡേഴ്സ് നാടാരെക്കുറിച്ച് പറഞ്ഞു, പി ശശിയെക്കുറിച്ച് പറഞ്ഞു. പക്ഷേ ബോധപൂർവമോ അല്ലാതെയോ താങ്കൾ മറച്ചുവെച്ച ചില പേരുകളുണ്ട്. ഒന്ന് AK ശശീന്ദ്രൻ, മുകേഷ്, ഒടുവിൽ കടകംപള്ളി സുരേന്ദ്രൻ. അവർക്കെതിരെയുള്ള ആരോപണങ്ങൾ, ആ ആരോപണങ്ങളിൽ എന്ത് നടപടി സ്വീകരിച്ചു എന്നതാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാവ് ചോദിച്ചിരിക്കുന്നത്. അല്പസമയം മുമ്പ് BJP നേതാവും ചോദിച്ചത്. കൃത്യമായി മറുപടി പറയാം. താങ്കൾ ചോദിച്ച കടകംപള്ളി സുരേന്ദ്രൻ, കഴക്കൂട്ട MLA, അദ്ദേഹത്തെ സംബന്ധിച്ച് ആരാണ് പരാതി പറഞ്ഞത്? എവിടെയാണ് പരാതി പറഞ്ഞത്? ആരെങ്കിലും ഒരു ഫേസ്ബുക്കിലോ ആരെങ്കിലും ഒരു വാർത്താ ചാനലുകൾക്ക് മുമ്പിലോ ഒരു പരാതി പറഞ്ഞാൽ, ഒരു ജനാധിപത്യ സംവിധാനത്തിൽ നിയമവ്യവസ്ഥയുള്ള ഒരു നാട്ടിൽ ഒരു പൊതുപ്രവർത്തകനെതിരെ എന്ത് കേസാണ് എടുക്കേണ്ടത്? അത്തരത്തിലുള്ള ഒരു വ്യാജ പരാതി തനിക്കെതിരായിട്ട് ഉയർത്തിയ ആ പെൺകുട്ടിക്കെതിരെ, അവർക്കെതിരായിട്ട് കൃത്യമായ ആ ചാനലിനടക്കം, യൂട്യൂബ് ചാനലിനടക്കം പരാതിയുമായി കോടതിയിലും പോലീസിലും പോയ MLA ആണ് കടകംപള്ളി സുരേന്ദ്രൻ. 2, താങ്കൾ ചോദിച്ചു AK ശശീന്ദ്രൻ. AK ശശീന്ദ്രൻ കേരള മന്ത്രിസഭയിലെ അംഗമായിരുന്നു. അദ്ദേഹം ഒരു പെൺകുട്ടിയോട് അപമര്യാദയായി പെരുമാറി എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ ആരോപണം വന്ന് തൊട്ടടുത്ത ദിവസം അദ്ദേഹത്തിന്റെ മന്ത്രി കസേര തെറിച്ചുപോയൊരു നാടാണിത്. അതിന് നേതൃത്വം കൊടുത്തത് LDF സർക്കാരാണ്, LDF മുന്നണിയാണ്. അതിനുശേഷം അദ്ദേഹം നിയമയുദ്ധം നടത്തി, നിയമ സംവിധാനങ്ങളുമായി കേസ് നടത്തി. കോടതി അദ്ദേഹത്തെ നിരപരാധിയായി തെളിയിക്കപ്പെട്ട് വിട്ടയച്ചു. കോടതി വിട്ടയക്കപ്പെട്ട ഒരു പ്രതിയെ വീണ്ടും അതേ കുറ്റത്തിന്റെ ആരോപിക്കപ്പെട്ടുകൊണ്ട് അതേ കുറ്റം ചേർത്തുകൊണ്ട് അദ്ദേഹത്തെ പ്രതിയാക്കാൻ ഈ രാജ്യത്ത് നിയമവ്യവസ്ഥയിൽ വകുപ്പൊന്നുമില്ല. ഈ 2 പേരുകളും വാദിക്കാൻ വേണ്ടി താങ്കൾ പറഞ്ഞ നിലപാടുകളെ അംഗീകരിക്കാം നിലവിൽ. പക്ഷേ മുകേഷ് പറഞ്ഞുതരാം. അതിനുള്ള കൃത്യമായ ഉത്തരം കോൺഗ്രസിന്റെ പ്രതിനിധി റോണി സാർ തന്നെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിനെതിരായിട്ട് ഒരു ആരോപണമുണ്ടായി. ആ ആരോപണമുണ്ടായ മാത്രയിൽ തന്നെ അദ്ദേഹം കോടതിയെ സമീപിച്ചു. കീഴ്ക്കോടതി അദ്ദേഹത്തിന്റെ ഹർജി തള്ളി. അദ്ദേഹം ഹൈക്കോടതിയിൽ പോയി. ഹൈക്കോടതി തള്ളി. ഹൈക്കോടതി തള്ളിയാൽ ഒരു പൗരന് പിന്നെ ആശ്രയിക്കാവുന്നത് സുപ്രീം കോടതിയാണ്. അദ്ദേഹം സുപ്രീം കോടതിയിൽ പോയി. സുപ്രീം കോടതി അദ്ദേഹത്തിന് ജാമ്യം നൽകി. സുപ്രീം കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന ഒരു വിഷയത്തിൽ എങ്ങനെയാണ് ഒരു സംസ്ഥാന പോലീസ് ഇടപെടുന്നത്? മുകേഷ് ഇന്നോ ഇന്നലെയാണോ നിയമസഭ? 9.5 വർഷമായിട്ട് നിയമസഭയിലുണ്ട്. കോൺഗ്രസ് ഈ രാഹുൽ മാങ്കൂട്ടത്തലിന്റെ പീഡന പരമ്പര ഉണ്ടാകുന്നത് വരെ കോൺഗ്രസ് എവിടെയായിരുന്നു? അത്തരം വിഷയങ്ങളിൽ ഏതെങ്കിലും ഒരു എതിർപ്പ് കേരള നിയമസഭയിൽ കോൺഗ്രസ് ഉയർത്തിയിട്ടുണ്ടോ? ഉയർത്താൻ സാധിച്ചിട്ടുണ്ടോ? അപ്പോൾ ഇതും ഞങ്ങൾ പറയുന്നു, രാഹുൽ മാങ്കൂട്ടത്തിന് എതിരായിട്ടുള്ള ആരോപണം ഉയർത്തിക്കൊണ്ടുവന്നത് LDF അല്ല. ഞങ്ങൾക്ക് ഇത്തരം വിഷയങ്ങളിൽ വലിയ താല്പര്യവുമില്ല. കാരണം ഞങ്ങൾക്ക് മുമ്പിലുള്ളത് സുസ്ഥിരമായ വികസനമാണ്. ഈ നാട്ടിൽ ഒരു വികസനത്തിന്റെ പെരുമഴ നടന്നുകൊണ്ടിരിക്കുകയാണ്. കൊടുങ്കാറ്റ് ആഞ്ഞടിക്കുകയാണ്. നിങ്ങൾ ഇത് കാണില്ല. BJP അടക്കവും കോൺഗ്രസും കൂടി കൈകോർത്തുകൊണ്ട് കഴിഞ്ഞ 4.5 വർഷമായി വേട്ടയാടുന്ന ഒരു പെൺകുട്ടി തിരുവനന്തപുരത്തുണ്ട്, മേയർ. ഞങ്ങൾക്ക് അഭിമാനമാണ് മലയാളിയെ സംബന്ധിച്ച്. ഇന്നലെ ബ്രിട്ടൻ പാർലമെന്റിൽ നിന്നാണ് സുസ്ഥിര വികസനത്തിനുള്ള അവാർഡ് ആ പെൺകുട്ടി ഏറ്റുവാങ്ങിയത്. ഏതെങ്കിലും ഒരു കോർപ്പറേഷന്റെ കമ്മിറ്റി, ഒരു യോഗം, എന്താണ് എന്നാണ് ഇത് കാണുന്ന പ്രേക്ഷകർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ ചുറ്റും നോക്കുകയാണ്, ഏതാണ് ആ വികസനം.